രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? നമസ്കാരം, ഞാൻ ഡോക്ടർ ഫെർഡിനാൻഡ്, അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് എൻഡോക്രൈൻ സർജനാണ്. തൈറോയിഡിൻ്റെ ലക്ഷണങ്ങൾ എന്താണ്? സോ തൈറോയിഡ് പ്രോബ്ലമിനെ ബ്രോഡ്ലി നമ്മൾ 2 കാറ്റഗറി ആയിട്ടാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഒന്ന് ഹോർമോൺ റിലേറ്റഡ് പ്രോബ്ലം, രണ്ടാമത്തത് തൈറോയിഡിൽ വരുന്ന മുഴകളെയാണ്. ഈ ഹോർമോൺ റിലേറ്റഡ് പ്രോബ്ലം ഹോർമോണിൻ്റെ കൂടുതൽ ഉൽപ്പാദനം കാരണം വരുന്ന പ്രശ്നങ്ങളുണ്ട്. അതിനെ നമ്മൾ ഹൈപ്പർ തൈറോയിഡിസം എന്നാ പറയുക. ഹോർമോണിൻ്റെ കുറവ് കാരണം വരുന്നതിനെ ഹൈപ്പോ തൈറോയിഡിസം എന്നാ പറയുക. അപ്പം ഹൈപ്പർ തൈറോയിഡിസത്തിൽ നമുക്ക് ഈ ഹോർമോൺ എക്സസ് കാരണം വരുന്ന പ്രശ്നങ്ങളൊക്കെയാണ്. അതിൽ നെഞ്ചിടിപ്പ്, അമിതമായ നെഞ്ചിടിപ്പ്, പാൽപിറ്റേഷൻ എന്ന് പറയും, കൈക്ക് വിറയൽ, ശരീരഭാരം കുറയുക, ഹെയർ ലോസ്, ആൻസൈറ്റി, എക്സസീവ് സ്വെറ്റിംഗ്, ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെയാണ് എക്സസ് ഹോർമോണിൽ വരിക. ഹൈപ്പോ തൈറോയിഡിസമിൻ്റെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരിക. എന്ന് വെച്ചാൽ വെയിറ്റ് ഗെയിൻ, ടയർഡ്നെസ്, ഡ്രൈ സ്കിൻ, ഹെയർ ലോസ്, ഇറഗുലർ മെൻസ്ട്രുറേഷൻ, കോൺസ്റ്റിപ്പേഷൻ, ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെയാണ് വരിക. അതിൻ്റെ നെക്സ്റ്റ് പാർട്ട് ഈസ് തൈറോയിഡിൽ വരുന്ന മുഴകളാണ്. തൈറോയിഡിൻ്റെ മുഴകളുടെ സൈസ് അനുസരിച്ച് അത് കഴുത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതിൻ്റെ മെയിൻ ബുദ്ധിമുട്ട് പുറത്ത് മുഴയായിട്ട് പ്രത്യക്ഷപ്പെടുക. അതല്ലാതെ അതിൻ്റെ വലിപ്പം കൂടുന്നതനുസരിച്ച് അത് ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ട്, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, ചുമയായിട്ട് ഒക്കെ ആയിട്ടാണ് പ്രസൻറ്റ് ചെയ്യുക. സോ ഇതാണ് തൈറോയിഡിൻ്റെ ലക്ഷണങ്ങൾ. തൈറോയ്ഡ് അസുഖമുള്ളവർ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടി വരുമോ? ഈ തൈറോയിഡിൻ്റെ പ്രശ്നമുള്ളവർക്ക് ജീവിതകാലം മുഴുവനും ഗുളിക കഴിക്കേണ്ട വരുമോ? അത് ഏത് ടൈപ്പ് ഓഫ് ഡിസീസാണ് എന്ന് വെച്ചാൽ ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പോ തൈറോയിഡിസം ഓർ മുഴകൾ, ഇതിനനുസരിച്ചിട്ടാണ് അതിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ചില അസുഖങ്ങൾക്ക് എന്ന് വെച്ചാൽ ചില ഹൈപ്പോ തൈറോയിഡിസത്തൊക്കെ ടെമ്പററി ആയിട്ട് ഗുളിക മതി, അതിന് ലൈഫ് ലോങ് മെഡിക്കേഷൻ ഒന്നും വേണ്ടി വരില്ല. അത് വാട്ട് ടൈപ്പ് ഓഫ് പ്രോബ്ലം എന്നനുസരിച്ചിട്ടായിരിക്കും. പക്ഷേ സർജറി കഴിയുകയാണെങ്കിൽ, ടോട്ടൽ തൈറോയിഡക്ടമി എന്നൊരു സർജറി ചെയ്യുകയാണെങ്കിൽ ലൈഫ് ലോങ് ഗുളിക കഴിക്കേണ്ടി വന്നേക്കാം. തൈറോയ്ഡ് രോഗമുള്ളവർക്ക് ഏതു തരം ഭക്ഷണം കഴിക്കാം? ഈ തൈറോയ്ഡ് ഉള്ളവർക്ക് ക്യാബേജ് കഴിക്കാൻ പാടില്ല എന്ന് കേട്ടിട്ടുണ്ടല്ലോ, അത് കറക്റ്റ് ആണോ? തൈറോയ്ഡ് ഹോർമോൺ ഇഷ്യൂസ് ഉള്ളവർക്ക് ക്യാബേജ്, മുള്ളങ്കി കഴിക്കാവോ? സോ തൈറോയ്ഡ് ഹോർമോൺ പ്രോബ്ലം ഉള്ളവർക്ക് ക്യാബേജും മുള്ളങ്കിയും കഴിക്കാം. പക്ഷെ ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ വേവിക്കാതെ പച്ചയ്ക്ക് കഴിക്കുകയാണെങ്കിൽ ഇത് ഹോർമോൺ ഉൽപാദനത്തിനെ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഭക്ഷണമാണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ, ക്യാബേജ്, കോളിഫ്ലവർ, മുള്ളങ്കി, ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ വേവിച്ചേ കഴിക്കാവൂ എന്ന് എല്ലാ പേഷ്യൻസിനും റെക്കമെൻഡ് ചെയ്യുന്നു. തൈറോയ്ഡ് ഇഷ്യൂ പാരമ്പര്യമായി കുട്ടികളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. തൈറോയ്ഡ് റിലേറ്റഡ് ഇഷ്യൂസ് ജനറ്റിക്കലി ഓർ ഫെമിലിയൽ ഡിസീസായി വരാൻ സാധ്യത ഉള്ളതാണോ? ജനറലി തൈറോയ്ഡ് ഹോർമോൺ റിലേറ്റഡ് പ്രോബ്ലംസ് ആൻഡ് തൈറോയിഡിൽ വരുന്ന മുഴകൾ പാരമ്പര്യമായി വരാൻ സാധ്യതയുള്ള പ്രോബ്ലംസ് ആണ്. സോ തൈറോയിഡിൽ വരുന്ന മുഴകൾ ഇല്ലെങ്കിൽ ക്യാൻസർ, ഫാമിലി ഇല്ലെങ്കിൽ ജനറ്റിക് ആയിട്ട് ഒരു ജനറേഷനിൽ അടുത്ത ജനറേഷനിലേക്ക് പോകാൻ സാധ്യതയുള്ള പ്രോബ്ലമാണ്. അതേപോലെ തൈറോയ്ഡ് ഹോർമോൺ റിലേറ്റഡ് പ്രോബ്ലംസും ഫാമിലിയിലെ ഫാദർ ഓർ മദറിനുണ്ടെങ്കിൽ അത് നെക്സ്റ്റ് ജനറേഷന് വരാൻ സാധ്യത ഉള്ളത് തന്നെയാണ്. എന്ന് വെച്ചാൽ ഫാമിലിയിൽ ഇപ്പം അമ്മയ്ക്ക് തൈറോയ്ഡ് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് മക്കൾക്ക് വരാനുള്ള സാധ്യതകൾ 2 to 5 times അധികമാണ്. സോ ഇറ്റ് ഈസ് ജനറ്റിക്കലി ഓർ ഹെറിഡിറ്ററി വരാൻ സാധ്യതയുള്ളതാണ്. തൈറോയ്ഡ് രോഗം വന്ധ്യതയ്ക്ക് കാരണമാകുമോ? തൈറോയ്ഡ് റിലേറ്റഡ് ഇഷ്യൂസ് കാരണം ഇൻഫെർട്ടിലിറ്റി വരുമോ? യെസ്, തൈറോയ്ഡ് ഹോർമോൺ റിലേറ്റഡ് പ്രോബ്ലംസ് കറക്റ്റായിട്ട് ചികിത്സിച്ചില്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി വരാനുള്ള സാധ്യതകൾ ഉണ്ട്. എന്നാൽ ഈ ഹോർമോൺ റിലേറ്റഡ് ഇഷ്യൂസിനെ കറക്റ്റായിട്ട് ചികിത്സിച്ച് കഴിഞ്ഞാലും ആ ഹോർമോൺ റിലേറ്റഡ് ഇൻഫെർട്ടിലിറ്റി പൂർണ്ണമായും നമുക്ക് ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. സോ തൈറോയ്ഡ് ഹോർമോൺ റിലേറ്റഡ് പ്രോബ്ലംസിനെ കറക്റ്റായിട്ട് ചികിത്സിക്കണമെന്ന് നിർബന്ധമാണ്. താങ്ക് യു.